ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അടിപൊളി ബ്രിഡ്ജാട്ടോ. ഇവിടുത്തെ ഇതെനിക്ക് തോന്നുന്നത് കാലിഫോർണിയയിലെ ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണെന്ന് തോന്നുന്നത്. ഇത് 10 മൈലാണ് ഈ ബ്രിഡ്ജിൻ്റെ, അറ്റ്ലീസ്റ്റ് 10 മൈലുണ്ട് കേട്ടോ. ഇത് ബ്രിഡ്ജ് കുറേ നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് കഴിയാറായി. ഞാൻ പിന്നെ വീഡിയോ നേരത്തെ ഓണാക്കിയില്ല, ഞാനൊരു കോളിലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു ഭയങ്കര ഒരു സിഗ്നിഫിക്കൻറ്റ് ബ്രിഡ്ജ്. ഈ ബ്രിഡ്ജിന് ഒരു സാൻ മാറ്റയോ ബ്രിഡ്ജ് എന്നാണ്. സാൻ മാറ്റയോ ഇവിടെ സിറ്റിയാണ്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സാൻ ഫ്രാൻസിസ്കോ സിറ്റി കാണാം, ഓക്ലൻഡ് സിറ്റി കാണാം പുറകിൽ, പിന്നെ സാൻ മാറ്റയോ സിറ്റി കാണാം. ഇത് മോളിൽ കൂടെ കണ്ടില്ലേ, ഫ്ലൈറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് സാൻ ഫ്രാൻസിസ്കോ എയർപോർട്ട്, SFO എയർപോർട്ടിൻ്റെ റൺവേ ആണ്. നേരെ അങ്ങോട്ട് എയർപോർട്ട് കാണാം. നിങ്ങൾക്ക് ഇതിലത്രയും വിസിബിൾ ആണെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ ലൈനൊക്കെ തന്നെ ചേഞ്ച് ചെയ്യുക, ഓട്ടോമാറ്റിക്കാണ്, FSD ആണ്, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് ആണ്, നല്ല സ്പീഡിൽ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, അത് ഫ്ലൈറ്റ് 2 ഡബിൾ ലാൻഡിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു മേജർ എയർപോർട്ടാണ് ഈ ഏരിയയിലെന്ന് പറഞ്ഞാൽ ഈ ഒരു നോർത്തേൺ കാലിഫോർണിയയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് എയർപോർട്ടാണ്. എത്ര ഫ്ലൈറ്റ്സാണ് ഇവിടുന്ന് ദിവസം പോകുന്നത് അറിയോ? ഇത് കണ്ടോ, അങ്ങോട്ട് അവിടെയാണ് എയർപോർട്ട്. അപ്പോൾ ഒരേ ടൈം എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഈ എയർപോർട്ടിൻ്റെ തൊട്ട് സൈഡിലാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ടാണ്, ആ സൈഡിലോട്ടാണ് ഓഫീസ്. ഇവിടുന്ന് കാണാം, ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങോട്ടാണ് അവിടെ. അപ്പോൾ ഇപ്പോൾ ആ ഫ്ലൈറ്റൊക്കെ ലാൻഡ് ചെയ്യുന്നുണ്ട്. ഭയങ്കര നല്ല ഇഷ്ടം പോലെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്നലെ ഒരു ബ്രൈറ്റ് ഡേ ആണ്. ഈ ബ്രിഡ്ജ് കുറേ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വരും. ഫ്ലാറ്റായിട്ട് വന്നിട്ട് അവസാനം ആകുമ്പോഴത്തേനും ഇതിങ്ങനെ നമ്മൾ ആദ്യം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടില്ല, ഇതിങ്ങനെ ഒരു കയറ്റം കയറി ഇറങ്ങുവാണ്. ഒരു ആർച്ചാണ് ഈ ബ്രിഡ്ജിന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാൻ ഫ്രാൻസിസ്കോ ബേ ആണ്. സാൻ ഫ്രാൻസിസ്കോ ബേ ആയതുകൊണ്ട് ഷിപ്പ് ഇതിൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്യണം. ഏറ്റവും വലിയ ഷിപ്പ് പാസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാലും അത്യാവശ്യം വലിയ ഷിപ്പുകൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോകും ഈ ബ്രിഡ്ജിൻ്റെ. അപ്പോൾ അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാൻ മെറ്റയോ ഫോസ്റ്റർ സിറ്റി എന്ന് പറയുന്ന സ്ഥലം, സാൻ മെറ്റയോ കൗണ്ടിയാണ്. ഇവിടെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, ഇലൂമിന, പിന്നെ വിസ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. വിസ, നമ്മുടെയൊക്കെ വിസ കാർഡില്ലേ, വിസ കാർഡ്, മാസ്റ്റർ കാർഡ് എന്നൊക്കെ പറയുന്ന ടൈപ്പ്. അതിൽ വിസേൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയാണ്, ഗ്ലോബൽ ഹെഡ് ക്വാർട്ടേഴ്സ്. അങ്ങനെ അതൊക്കെ ഒരു അത്യാവശ്യം ഒരു ടെക് ബെൽറ്റ്, അത്യാവശ്യം അല്ല, നല്ലൊരു ടെക് ഏരിയ ആണ് ശരിക്കും ഇത്. കാരണം സാൻ മെറ്റയോ നമ്മുടെയൊക്കെ ഏരിയ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഡബ്ലിൻ പ്രസിഡന്റ് ഏരിയ എന്നൊക്കെയുള്ള കുറേ ആൾക്കാർ ഈ ബ്രിഡ്ജ് ഡെയിലി ക്രോസ് ചെയ്ത് പോകുന്നതാണ്. ഇത് കണ്ടില്ല, അവിടെ കണ്ടോ ആ വിസേൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കാണാം. എത്ര ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ആ വിസ എന്നുള്ള മുകളിൽ എഴുതിയിട്ടുണ്ട്. അവിടെ വിസ എന്ന് 2 ബിൽഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. എനിക്കൊന്ന് ആ ഒരു 3-4 ബിൽഡിങ്സ് അവരുടെ ആണെന്നാണ് തോന്നുന്നത് ആ ഏരിയയിലെ. പിന്നെ ഇവിടെ കോസ്കോ ഉണ്ട്. ഇത് എനിക്കൊന്ന് ഫോസ്റ്റർ സിറ്റി കോസ്കോ ആണ് ഈ കാണുന്നത് അല്ലേ. ഗൈസ്, ഇതിപ്പോൾ നമ്മൾ ആ വിസേൻ്റെ ഓഫീസ് കണ്ട് സാൻ മെറ്റയോ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഇങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പം നമ്മൾ ഈ റൂട്ടിൻ്റെ പേര്, ഇതൊരു ഇൻ്റർസ്റ്റേറ്റ് അല്ല, ഇതൊരു കാലിഫോർണിയ ഹൈവേ സിസ്റ്റമാണ്. അതിൽ 84 എന്നാണ്, 84 അല്ലല്ലോ, 92 ഡംപാർട്ടൺ ബ്രിഡ്ജ്. ഇതിന് പാരലൽ വേറെ ബ്രിഡ്ജ് ഉണ്ട്. ഇത് സാൻ മെറ്റയോ ബ്രിഡ്ജ്. ഇങ്ങനെ കുറേ ബ്രിഡ്ജുകളുണ്ട് ബേയിൻ്റെ പാരലായിട്ട്. പക്ഷേ ഇത് ലോങ്ങസ്റ്റ് ബ്രിഡ്ജാണ്. 10 മൈലാണെന്നാണ് എൻ്റെ ഒരു അറിവ്. 16 കിലോമീറ്റേഴ്സ്. ഹ്യൂജ് അല്ലേ, ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 10-12 മിനിറ്റ് എടുക്കുവേ, നമുക്ക് ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ. ഇന്ന് ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, ഇന്ന് അതുകൊണ്ട് നല്ല സ്മൂത്താണ്. ഇതിപ്പോൾ നമ്മൾ ഈ ഹൈവേ ആണല്ലേ, റൂട്ട് 92 ആണ്, കാലിഫോർണിയ 90. അതിൽ നമ്മൾ 101 പോവാണ് അല്ലേ, സാൻ ഫ്രാൻസിസ്കോ എന്ന് പറഞ്ഞ്. ഇപ്പോൾ സൗത്ത് സാനോസയ്ക്ക് പോവും, നോർത്ത് സാൻ ഫ്രാൻസിസ്കോയ്ക്ക് പോവും. അപ്പോൾ നമ്മൾ സാൻ ഫ്രാൻസിസ്കോ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. പിന്നെ ഈ ഏരിയൻ്റെ വേറെ പ്രത്യേകത ഉണ്ടോ, നല്ല ഭയങ്കര ഫോഗി ആയിട്ടുള്ള സ്ഥലമാണ്, ഭയങ്കര തണുപ്പും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇത് പെട്ടെന്ന് കണ്ടോ, ഇതൊരു ചലഞ്ചായിരുന്നു കേട്ടോ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, ഇവൻ പെട്ടെന്ന് എക്സിറ്റ് എടുക്കാണ്ട് ഇവൻ നേരെ പോകാൻ നോക്കി. ഞാൻ പെട്ടെന്ന് അതങ്ങ് ടേക്ക് ഓവർ ചെയ്തിട്ട് എടുത്താണേ. അയ്യോ, ഇപ്പം നേരെ പോയായിരുന്നു എനിക്ക് പണി കിട്ടിയേനെ. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ അതിൽ. അതൊരു ഭയങ്കര ഗ്ലിച്ചാണ്. ഇപ്പോൾ അത് നേരെ എടുത്ത് പോയാനെ. എനിക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോയി, ഇനി ഇത് എക്സിറ്റ് അല്ലേന്ന്. ഇത് കണ്ട്, ഇതൊക്കെ ഓരോ കമ്പനീസാണ് കേട്ടോ. റക്കൂട്ടൻ എന്നൊക്കെ പറഞ്ഞല്ലേ, റക്കൂട്ടൻ ഇതൊക്കെ ഓരോ കമ്പനീസാണ്. നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരിക്കട്ടെ, ഈ കമ്പനീൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഇവിടെ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ അടുത്ത എക്സിറ്റ് തന്നെ നമ്മൾ എടുക്കണം. പക്ഷേ ഇതൊരു നല്ലൊരു അടുത്തല്ല, 2.4 മൈൽസ് പെനൻസുല അവന്യൂ എന്ന് പറയും. ഇതിപ്പോൾ 101 ആണ്. 101 എന്ന് പറഞ്ഞാൽ US 101. ഇതൊരു ഇൻ്റർസ്റ്റേറ്റ് പോലത്തെ റൂട്ടാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ന്യൂജേഴ്സി പോയപ്പോൾ
അവിടെ നിന്നൊരു വീഡിയോ ഞാൻ എടുത്തായിരുന്നേ. അതൊന്ന് എനിക്കറിയില്ല ഏത് ഓർഡറിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൽ US1 എന്ന് പറഞ്ഞ ഹൈവേ കൂടെ ഞാൻ ട്രാവൽ ചെയ്യുമ്പം കുറച്ച് സെഗ്മെന്റ് ഞാൻ ക്യാപ്ചർ ചെയ്യണം. US1 അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇത് US101, അത് US1. US101 യുഎസിന്റെ ഏറ്റവും വെസ്റ്റിൽ കൂടെ പോകുന്ന US റൂട്ടാണ്. മറ്റത് ഏറ്റവും ഈസ്റ്റിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഈ ഹൈവേകളുടെ. ഇത് നല്ല നല്ല റൂട്ടാണ്. ഇപ്പം ട്രാഫിക് അത്യാവശ്യം കുറവുണ്ട്. അതുകൊണ്ടാണ് കുറവെന്ന് പറഞ്ഞപ്പോൾ തന്നെ ട്രാഫിക്കായി. ഇൻട്രസ്റ്റിംഗ് അല്ലേ? എന്നാലും ഇതൊക്കെ ഈ ഹൈവേ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കുറവാട്ടോ. ഇത് പീക്ക് അവറിലൊക്കെ ഇതൊക്കെ കട്ടൊക്കെ ട്രാഫിക്കാവും, ഭയങ്കര ട്രാഫിക്കാവും. അപ്പോൾ ഇതാണ് ഗൈസ് ഈ ഹൈവേന്റെ പ്രത്യേകത. ആ ബ്രിഡ്ജും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ലാൻഡ്മാർക്കുകളാണ് ഈ ഏരിയയിലെ. ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ മെറ്റേന്റെ ബസ്സായിരിക്കും കേട്ടോ. ആ പോകുന്നതൊക്കെ കണ്ടില്ലേ? ഇതൊക്കെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ഓഫീസിലോട്ട് പോകുന്ന ബസ്സായിരിക്കും. ഗൈസ് ഇതിപ്പം നമ്മൾ സാൻ മെറ്റയോ കേട്ടോ. സാൻ മെറ്റയോ ഇവിടെ എഴുതിക്കുന്നുണ്ടോ? സാൻ മെറ്റയോ ഡൗൺ ടൗൺ ഒക്കെയാണ് നേരെ പോകുന്നത്. നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് ബെർലിംഗേം എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ്. അതൊരു ചെറിയൊരു പോക്കറ്റാണ്. ബെർലിംഗേം ഒരു ഡൗൺ ടൗൺ ഒക്കെ ഉണ്ട്. ബെർലിംഗേം എന്ന് പറഞ്ഞൊരു സിറ്റിയാണ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന മെറ്റയുടെ ഓഫീസ്. ഞാൻ മറ്റേ ഓഫീസിലായിരുന്നു, മെൻലോ പാർക്ക് എന്നൊരു ഹെഡ് ക്വാർട്ടേഴ്സിലായിരുന്നു. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി. ഒരു ടീം മാറിയപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് മാറി. ഇതൊരു ചെറിയൊരു ഓഫീസാണ്. ഞാനിതിന് മുന്നേ നമുക്കൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ജസ്റ്റ് പുറത്തുനിന്ന് എക്സ്റ്റേണലൊരു വ്യൂ ഒക്കെ ആയിട്ട്. ഒരു നല്ല പുതിയൊരു ബിൽഡിങ്സ് ഒക്കെയാണ്. മെറ്റയുടെ ഓഫീസ് പല പല രീതിയിലാണ്. ചിലത് പഴയ ബിൽഡിങ്ങിൽ. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ന്യൂയോർക്കിൽ പോയായിരുന്നു. ന്യൂയോർക്ക് ഓഫീസിൽ പോയപ്പം അതിൻ്റെയും കുറേ വീഡിയോസ് വരാനുണ്ട് കേട്ടോ. എനിക്ക് ആ വീഡിയോൻ്റെ എന്താ പറയുക കൗണ്ട് കാരണം എനിക്കതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യാം, ഗ്രാജുവലി ഞാനൊരു 1 or 2 വീക്സ് കൊണ്ട് ചെയ്യാം. പക്ഷെ ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റ് ഓഫീസ്, പഴയ പോസ്റ്റ് ഓഫീസ് ബിൽഡിങ്. അത് റെനോവേറ്റ് ചെയ്ത് മെറ്റേൻ്റെ ഓഫീസ് ആക്കിക്കുന്നതാണ്. അത് കിട്ടലാണ്. അതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസിന് അടിപൊളിയാണ്. പുറത്ത് നല്ലൊരു വിക്ടോറിയൻ ലുക്കൊക്കെ ഉള്ള ആ ഒരു സ്റ്റൈൽ ബിൽഡിംഗ് ആണ്. ന്യൂയോർക്ക് എന്ന് പറയുമ്പോൾ വലിയ ഹൈ റൈസറൊന്നും അല്ല ആ ബിൽഡിങ്. അതൊരു 3-4 നിലയെങ്ങാണ്ടേ ഉള്ളൂ, 4-5 അങ്ങനെ കണ്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ഓഫീസ് കേട്ടോ, മെറ്റേൻ്റെ ഓഫീസ്. അങ്ങനെ കാണുന്ന ക്ലിയർ ആണെന്നറിയില്ല ആ കാണുന്ന ബിൽഡിങ്. പിന്നെ ഗൈസ് ഇതൊക്കെ സൈഡിലുണ്ടല്ലേ ഗോൾഫ് കോഴ്സും ഇതൊക്കെ അത്യാവശ്യം നല്ല കിടിലം പോഷ് ഏരിയ കേട്ടോ. ഇവിടെയൊക്കെ വീടൊക്കെ അഫോർഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒന്നും ലെവലിൽ നടക്കില്ല. ഒക്കെ വേറെ ലെവലാണ്. നമ്മുടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് എൻ്റെ ലെവൽ കേട്ടോ. ഓക്കെ, ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ഏരിയ ആണ്. ഇതുണ്ടല്ലോ, ഇത് എക്സിറ്റ് തന്നെ എടുത്തു. ഞാൻ പെട്ടെന്ന് പിന്നെയും പേടിച്ചു, ഈ എക്സിറ്റ് ഇനി കറക്റ്റാണ്. ആ പോകുന്ന വെയ്മോൻ്റെ ഒരു വണ്ടി കേട്ടോ. കണ്ടോ, ആ പോകുന്നുണ്ടോ മുകളിലൊരു ഇതൊക്കെ വെച്ചിട്ട് പോകുന്നേ. അത് വെയ്മോ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സെൽഫ് ഡ്രൈവിംഗ് കാറാണേ. അതിൻ്റെ വേറെ ടെക്നോളജിയാണ്. നമ്മുടെ ടെസ്ല പോലെയല്ല. മുകളിലൊക്കെ എന്തൊക്കെയോ ഒരു ക്യാമറ ഡിറ്റക്ഷനൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക സേഫ് ആണെന്നൊക്കെയാണ് ആൾക്കാരുടെ അഭിപ്രായം. പക്ഷെ ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് നമുക്കൊരു ദിവസം നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യണം. വെയ്മോയിൽ കയറിയിട്ടൊരു എക്സ്പീരിയൻസ് അത് നല്ലതായിരിക്കും. അത് ഇവിടെയൊന്നുമില്ല, അത് സാൻ ഫ്രാൻസിസ്കോയിലുണ്ട്, പാലോ ആൾട്ടോയിലുണ്ട്, എനിക്കറിയില്ല. അത് നമുക്കൊരു ദിവസം ഒരു ട്രൈ ചെയ്യാം. ഇത് എഴുതിക്കുന്നുണ്ടല്ലോ ബെർലിംഗേം സിറ്റി ലിമിറ്റ്, ബെർലിംഗേം ഏരിയ ആണത്. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ ഇവിടെ വരുന്ന ബസ്സുകളാണ്, നമ്മുടെ മെറ്റയുടെ ബസ്സുകളാണ് ഇതൊക്കെ കിടക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ അവിടെ നിന്ന് വരുന്ന ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ഥിരം പോകുന്ന ബസ് ഇതാണ്. നമ്മുടെ ഓഫീസ് കേട്ടോ, ബെർലിംഗേം ഓഫീസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അല്ലേ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് ഞാനങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പിന്നെ നമ്മൾ കൂടുതൽ ഓഫീസിലെ ആൾക്കാരൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒരു മര്യാദയിലാണ് പെരുമാറുക. അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ. ഞാൻ പറയാൻ ശ്രദ്ധിക്കാമെന്നല്ല, എന്നാലും നമ്മൾ കുറച്ചുകൂടെ റഫാവും. നമ്മുടെ ഇന്ത്യൻ ഒരു ഇത് വരും, കൾച്ചർ വരും കുറച്ചുകൂടി. ഇവിടെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ നൈസറായിരിക്കും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ പറഞ്ഞില്ലേ ബേ ഇങ്ങനെ സൈഡിൽ കിടക്കുക. സാൻ ഫ്രാൻസിസ്കോ സിറ്റിയാണ് നേരെ കാണുന്നത്. അപ്പോൾ ഞാൻ നേരെ പാർക്കിംഗ് ലോട്ടിലോട്ട് എൻ്റെ മതമേ പാർക്കിംഗ് ലോട്ട് കഴിഞ്ഞ് നിന്നു കേട്ടോ ഗൈസ്. ഞാനൊന്ന് യൂ ടേൺ എടുക്കട്ടെ. ഇതാണ് ഞാൻ വീഡിയോ എടുത്ത് ഓഫീസിലോട്ട് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതിപ്പോൾ ഞാൻ തെറ്റിപ്പോയി റൂട്ട്. എനിക്കൊന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നേ. ആണും തോന്നുന്നു, നമുക്ക് നോക്കട്ടെ. ഇങ്ങനെ തന്നെ. ഇതാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് ഇത് പാർക്കിംഗ് ലോട്ടിലോട്ട് നമുക്ക് ഡയറക്ഷൻ കിട്ടൂലേ ഇവിടം വരെ. അങ്ങനെ ബെർലിംഗേം ബിൽഡിങ്ങുകൾ കണ്ടില്ലേ. ഇതിപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ബാഡ്ജ് ഉപയോഗിക്കണേ. നമ്മൾ എൻ്റെ ബാഡ്ജ് ഒക്കെ എടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്യണം. ഇതുണ്ടല്ലോ ഇവിടുത്തെ സിസ്റ്റമൊക്കെ എങ്ങനെയാണ്, ബാഡ്ജ് ടാപ്പിങ്ങും. ഞാൻ ഗ്ലാസ്സൊക്കെ താത്തി ഇനിയിപ്പോൾ നമ്മൾ
ഇവിടെ നിർത്തുമെന്ന് എനിക്കറിയില്ല, നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ബാഡ്ജ് കൊണ്ടൊക്കെ ടാപ്പ് ചെയ്ത് സംഭവം തുറന്നു. കണ്ടോ, സംഭവം തുറന്നു. ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഓൾമോസ്റ്റ് കഴിയാറായി. ഇപ്പോൾ സമയം എത്ര, 9:45. 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യും മറ്റേൻ്റെ. ഇതിപ്പം പെട്ടെന്ന് ഡാർക്ക് ആയിട്ടോ. നമ്മൾ അണ്ടർഗ്രൗണ്ടിലോട്ടെത്തി. എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത് ഞാനിങ്ങനെ നോക്കുന്നത്. ഞാൻ ഇന്നലെയാണ് ആദ്യമായിട്ട് ഇവിടെ പാർക്കിംഗ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പം ഇന്നലെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ പാർക്കിങ്ങിലോട്ടൊക്കെ കുറച്ച്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കയറ്റാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കാരണം അവിടെ നിന്നാണ് കയറുന്നത്. ഒരു മുകളിലോട്ട് കയറാൻ ഒരു ഓപ്ഷനുണ്ട്. ഇവിടെ വലിയ കുഴപ്പമില്ല. ഇവിടെ ഒരു സ്ഥലമുണ്ട്, കാർപൂൾ എന്ന് പറഞ്ഞാൽ. അവിടെ നിർത്താം, ശരിക്കും പറഞ്ഞ ഒരു ഓപ്ഷനാണ്. ഇന്ന് അവിടെ കയറ്റിയേക്കാം അല്ലേ. അപ്പം ഞാനിപ്പോൾ റിവേഴ്സൊക്കെ ഇട്ടിട്ട് കുറച്ച് കൺജസ്റ്റഡ് അതിലോട്ട്. ഇപ്പം ഇങ്ങോട്ട് നമുക്ക് കയറ്റാം. ഞാൻ നോട്ടെ പറ്റുവാണെങ്കിൽ നമുക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നത് ആ ഒരു ലൈനും കൂടി ഒന്ന് കാണിക്കാം വേണമെങ്കിൽ. നമുക്കൊരു ഓഫീസിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാണ്ട് നമുക്ക് കുറേ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പോളിസീസ് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ ഓഫീസിനുള്ളിൽ ഞാനങ്ങനെ ഷൂട്ട് ചെയ്യാറില്ല. ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനാണ് ഇന്നൊരു ചെറിയൊരു ടീഷർട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഈ ഏരിയയിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. നമ്മുടെ ഏരിയനൊക്കെ കുറച്ചുകൂടി ഒരു ഫ്യൂ ഡിഗ്രീസ് കുറവാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമുക്കിങ്ങനെ അങ്ങ് തുറക്കാം. ഇത് വേണ്ടല്ലേ, സൈക്കിളൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ ഉന്തി കയറ്റാൻ പറ്റുന്ന ഒരു സൈഡ് റൈനാണേ. ഈ സൈഡിൽ കാണുന്നത് അല്ലേ. ഇത് കുറച്ച് പെട്ടെന്ന് പോട്ടെ, ഈ ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ നല്ല രസമാണ് ഇങ്ങനെ ഓപ്പൺ. ഇപ്പോൾ നമ്മൾ മുകളിലെത്തി, എന്താണ് ഗ്രൗണ്ട് ലെവലിലെത്തി. 4 ബിൽഡിംഗ് അവിടെ ഉള്ളത്. ഒന്ന് ഇവിടെ, ഒന്ന് ഇത്, പിന്നെ അത്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇടുന്ന ബിൽഡിങ്ങിലോട്ട് പോവാം. അതിപ്പം കുറച്ചും കൂടി നമുക്കല്ലേ, നമ്മൾ നേരത്തെ ക്രോസ് ചെയ്ത സ്ഥലമാണ് അത്. ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ചെയ്യുവേ നമ്മൾ ആൾക്കാർ വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്കങ്ങനെ അങ്ങ് ക്രോസ് ചെയ്ത് പോവാം. ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങും നല്ല കാറ്റാണ് ഇവിടെ. ഇതിങ്ങനെ ബേലോട്ട് കിടക്കുന്നതുകൊണ്ട് നല്ല ക്രോസ് വിൻഡ് ഉണ്ട് ഇങ്ങോട്ട്. ഈ കാണുന്നൊരു കോഫി ഷോപ്പാട്ടോ, ഇക്വേറ്റർ എന്ന് പറഞ്ഞ്. ഇവിടെ മാത്രം നമ്മൾ ഫ്രീ അല്ല ഫുഡ്. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷെ എന്നാലും ഇവിടെ ആൾക്കാർ കുറേ പോകാറുണ്ട് കേട്ടോ. ഇതാണ് ഇത്. നമ്മളിപ്പം ഓഫീസിനുള്ളിൽ കയറി നമ്മൾ ഇവിടെയാണ്. ഇതാണ് ഒരു കഫേ. ഓക്കെ, ഇവിടെ ഇങ്ങനെ നമ്മൾ ബാഡ്ജ് ചെയ്യണം. ബാഡ്ജ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു കൗണ്ട് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളല്ലാണ്ട് വേറെ കോംപ്ലിക്കേഷനൊന്നുമില്ല. ബാഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഇതൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവാണ്. ശരിക്കും ഈ ലൈനിൽ ആൾക്കാർ കുറവുണ്ട്. അല്ല, ഇവിടെ ഇങ്ങനെ ട്രേ കിട്ടും എടുക്കാൻ. ട്രേ എടുത്ത് ഒരു ട്രേ ഒക്കെ എടുത്ത് നമ്മൾ പ്ലേറ്റ് എടുക്കുന്നു. ഐറ്റംസൊക്കെ എല്ലാം തീർന്നിട്ടൊന്നുമില്ല, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇതൊരു സ്പിനാച്ചാണ്. സ്പിനാച്ച്, പിന്നെ ഒരു പൊട്ടറ്റോ. ഇതിൻ്റെ പേരെന്താണ്, സ്റ്റാർട്ടർ ടോട്ട്സ്. ഇത് പൊട്ടറ്റോ ആണ് ബേസിക്കലി. പൊട്ടറ്റോ എണ്ണയിൽ വറുത്തത്. അത്ര ഹെൽത്തി ഒന്നുമല്ല, പിന്നെ അടിച്ച് കയറ്റുക. ഇത് എന്താ, സ്ക്രാമ്പിൾ. എന്താ പൊട്ടറ്റോ ആണ് അടുത്തത്. പിന്നെ കുറച്ച് സ്ക്രാമ്പിൾഡ് ഒക്കെ എടുക്കാം. ഇത് അത്യാവശ്യം ഹെൽത്തി സാധനമാണല്ലോ. എഗ് വൈറ്റ് കൂടുതൽ ഹെൽത്തി. ഓക്കെ, ഇതൊന്നും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബേക്കൺ ഉണ്ട്. നിങ്ങളുടെ ബേക്കൺ ഉണ്ടോ? പക്ഷേ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കട്ടെ. ഫ്രൂട്ട്സ് എടുക്കാൻ പാത്രം ഇവിടെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ട് നമുക്കിടാം. ഓക്കെ, അല്ലെങ്കിലേ
ഇതുണ്ടല്ലോ, ഇത് കുറേ ഗ്രേപ്സും സ്ട്രോബെറിയും. ഇവിടെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും കേട്ടോ. നമ്മൾ എല്ലാം എടുക്കാറില്ല, എല്ലാം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. ഓറഞ്ച് ജ്യൂസ് കിട്ടില്ല ഇവിടുത്തെ. ഇതും അത്ര ഹെൽത്തി ഓപ്ഷൻ അല്ല കേട്ടോ. ഇത് എനിക്കൊന്നും നല്ല ഷുഗറൊക്കെ ഉണ്ടാവും തോന്നുന്നു. എന്തോ പ്യൂറാണോ സാധനം ആർക്കറിയാം. കണ്ടിട്ട് ഒരു പ്യൂർ പോലെ ഉണ്ട് കേട്ടോ. ഷുഗറൊന്നും എഴുതിയിട്ടില്ല, എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഞാനിത് പോയി ഒന്ന് അടിച്ച് കയറട്ടെ. കുറച്ച് സ്പൂൺ എടുത്തിട്ട് പോട്ടെ, സ്പൂണും സാധനങ്ങളൊക്കെ. അപ്പോൾ ശരി ഗൈസ്.